പരക്കെ മഴയാണ്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒക്കെ ഇന്നും ശക്തമായ മഴ തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വന്നിട്ടുള്ളത്. 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് മഴ കനക്കുമെന്ന് മുന്നറിയിപ്പുള്ളത്. കേരള കർണാടക തീരത്ത് മീൻപിടുത്തത്തിന് അടുത്ത 24 മണിക്കൂർ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. മഴ ഇന്നും കനക്കും അല്ലേ? ഗുഡ് മോർണിംഗ് ആര്യ. കേരളത്തിലും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലും വലിയ രീതിയിലുള്ള മഴയ്ക്കാണ് സാധ്യതയുള്ളത്. കേരളത്തിൽ വടക്കൻ കേരളത്തിലാണ്, മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 9 ജില്ലകളിൽ ഇന്ന് സംസ്ഥാനത്ത് യെല്ലോ അലർട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, വയനാട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിന്റെ മുകളിൽ നിൽക്കുന്ന ന്യൂനമർദ്ദമാണ് അതിശക്തമായ മഴയ്ക്ക് കാരണം. അതുപോലെ കേരളത്തിലും ലക്ഷദ്വീപ് തീരങ്ങളിലും മീൻപിടുത്തക്കാർ ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ 23% ഇത്തവണ ജൂൺ 1 മുതൽ തുടങ്ങിയ മഴ. അധികമായി മഴ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിമാചൽ പ്രദേശ് അടക്കം, ജമ്മു കാശ്മീർ അടക്കം, പഞ്ചാബ് അടക്കം മിക്ക സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള മഴ ആണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ 2 മാസമായിട്ട് അതിശക്തമായ മഴയും മണ്ണിടിച്ചിലുമായി നോർത്ത് ഇന്ത്യയിലും വലിയ രീതിയിലുള്ള കാലാവസ്ഥാ ദുരന്തങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു കുറവ് വരും ദിവസങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആര്യ. അഭിലാഷ്, നമുക്കറിയാം നമ്മളിങ്ങനെ ഓണം ഷോപ്പിങ്ങും ഓണത്തിന്റെ തിരക്കുമായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇനി തിരുവോണം വരാൻ പോവുകയാണ്, അടുത്ത ആഴ്ചയാണ്. അപ്പോൾ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിലും മഴ ഇതേപോലെ തന്നെ ശക്തമായി നിൽക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ടോ? എന്താണ് വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പ്? എന്തെങ്കിലും ലഭ്യമാണോ? ആര്യ, സാധാരണഗതിയിൽ ഈ ഓണ സമയത്ത്, അതായത് ഈ അത്തം നടക്കുന്ന സമയത്തൊക്കെ മഴ ഉണ്ടാകാറുണ്ട്. രാവിലെ ഇപ്പോൾ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും രാവിലെ അത്തച്ചമയങ്ങൾ ഇടാറുണ്ട്. പല ക്ലബ്ബുകളും പൗരസമിതികളൊക്കെ ചേർന്നിട്ട് റോഡിലൊക്കെ ഇടുന്ന സമയത്ത് വെളുപ്പിനും ഒക്കെ മഴയും ഒക്കെ സ്വാഭാവികമായിട്ട് കാലങ്ങളായി ഉണ്ടാകാറുള്ളതാണ്. ഇത്തവണയും അത് തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, തിരുവനന്തപുരം ചാലക്കമ്പോളത്തിലൊക്കെ രാവിലെ മുതൽ പൂ വാങ്ങാനും അതുപോലെ പച്ചക്കറി വാങ്ങാനും ഒക്കെ ആളുകൾ കൂട്ടത്തോടെ എത്തുമ്പോൾ അവിടെ മഴ പെയ്യുന്നതൊക്കെ കച്ചവടക്കാർ അവരുടെ ആശങ്ക എല്ലാ കാലവും അറിയിക്കുന്നതാണ്. അത് ഇത്തവണയും തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇത്തവണ കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ മഴ വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മധ്യ കേരളത്തിലും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലുമാണ് മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും 9 ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് ഇന്ന് യെല്ലോ അലർട്ട് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, മീൻപിടുത്തക്കാരുടെ കാര്യത്തിലും ചെറിയ ആശങ്കയുണ്ട്. കാരണം അവർക്ക് വരുന്ന 24 മണിക്കൂറും മീൻ പിടിക്കാൻ കടലിലേക്ക് പോകരുത് എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കേരളത്തിലും ലക്ഷദ്വീപിലും. കർണാടകയിൽ ഇന്നും നാളെയും മീൻ പിടിക്കാൻ പോകരുത്. കർണാടക തീരത്ത് ഇന്നും നാളെയും മീൻപിടുത്തത്തിന് പോകരുത് എന്നുള്ള നിർദ്ദേശവും കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഓണത്തിന് എല്ലാ തവണയും പോലെ ഇത്തവണയും മഴയുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആര്യ. തീർച്ചയായും അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒക്കെ അതിശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണുള്ളത്. ഇന്ന് എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ കാര്യമായിട്ടുള്ള മഴ ഇല്ല എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം. നമ്മളിപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുവെ ഈ അത്തം സമയത്തൊക്കെ മഴ ഇങ്ങനെ കനക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്നാണ് പഴമക്കാർ പറയുന്നത് തന്നെ. അപ്പോൾ എന്തായാലും നമ്മുടെ തിരുവോണം അടുക്കുമ്പോഴത്തേക്കും മഴയൊക്കെ മാറി നിന്ന് കാലാവസ്ഥയൊക്കെ അനുകൂലമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ അഭിലാഷ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു ഈ ഉത്തരേന്ത്യയിലെ മഴയുടെ ഒരു സാഹചര്യം. നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ്. ഇവിടങ്ങളിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. മഴ നാശം വിതച്ച ജമ്മു കശ്മീരിലടക്കം സൈന്യം രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. 43 പേരാണ് ജമ്മു കശ്മീരിൽ മഴക്കെടുതിയിൽ മരിച്ചത്. നിലവിൽ മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിലും 2 ആഴ്ച കൂടി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്.